ജോൺ അറിഞ്ഞല്ലോ അല്ലേ? എന്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ ആ കാര്യം മറന്നു. ജോൺ ഇവിടെ അതിന്റെ പേരില് കേക്ക് മുറിക്കുകയും ലഡു വിതരണം ചെയ്ത് ആഘോഷിക്കുകയൊക്കെ ചെയ്തതാണല്ലോ. ഇതാ എന്റെ കാര്യം. ആരെന്ത് നല്ല കാര്യം ചെയ്താലും മനസ്സിലിരിക്കത്തില്ല. അല്ല, ഇപ്പൊ തന്നെ ജോൺ എന്ത് വിചാരിക്കും? ഇത്രയും നല്ല കാര്യം ഈ കളക്ടർക്ക് വേണ്ടി ചെയ്തിട്ട് ആ ഒരു നന്ദി പോലും ഇവരെന്നോട് കാണിച്ചില്ലല്ലോന്നല്ലേ? മാഡം, ഞാൻ ജോൺ ഇരിക്കാൻ ജോൺ അങ്ങനെ വിചാരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആരായാലും വിചാരിച്ചു പോവും. ജോണിന്റെ നല്ല മനസ്സുകൊണ്ട് അങ്ങനെയൊന്നും തോന്നാത്തതാ. എനിവേ, ജോണിന്റെ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തവരാ. ഇത്രയും നല്ലൊരു മുതലിന് മകനായിട്ട് കിട്ടിയില്ലേ? ദൈവം അവർക്ക് അറിഞ്ഞു കൊടുത്ത മുത്ത്, പത്തരമാറ്റ് തങ്കം. ജോണിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ചെയ്യാൻ പറഞ്ഞ ഞാൻ ആ വാക്കേ ഉപയോഗിക്കും. മാഡം പരിഹസിക്കാണോ? ഹേയ്, ജോണിനെ പോലെ ഫുൾ ക്ലിയർ ആയിട്ടുള്ളൊരു മനുഷ്യനെ പരിഹസിക്കാനോ? ആ പിന്നെ, ഞാൻ വിളിപ്പിച്ചതേ കല്യാണം കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഈ ടൂർ പരിപാടിയൊന്നും നോക്കിയിട്ടില്ല. ഗോവയ്ക്ക് പോയാലോ അതോ പട്യാലയ്ക്ക് വിട്ടാലോ എന്നൊക്കെയുള്ള ആലോചനയൊക്കെ ഉണ്ടേ. അല്ല, ജോണിന്റെ അഭിപ്രായം എന്താ? ഞങ്ങൾ എങ്ങോട്ടാ പോവേണ്ടേ? ഈ കാലാവസ്ഥയ്ക്ക് ഏതായിരിക്കും ഞങ്ങൾക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയൊരു സ്ഥലം? അല്ലെങ്കിൽ വേണ്ട, ആലപ്പുഴയിലെ പുന്നമടക്കായലിലൂടെ ഒരു ഹൗസ് ബോട്ടിംഗ് ആയാലോ? അങ്ങനെയുള്ള സെറ്റപ്പ് വല്ലതും ജോണിന്റെ പരിചയത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇത്രയൊക്കെ തനിക്ക് ഒപ്പിക്കാമെങ്കിൽ എങ്കിൽ ഞങ്ങൾക്ക് അതും കൂടി ഒപ്പിച്ചതാ. എന്നിട്ട് തന്റെ ആ തല്ലുകൊള്ളി യൂട്യൂബറെ വെച്ച് ഒരു വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്യ്. എത്ര തല്ലിയാലും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞു നടക്കുന്ന തന്നോടൊക്കെ ഇനി എന്ത് പറയാനാ? എത്ര പറഞ്ഞാലും യാതൊരു ഉളുപ്പും ഇല്ലാതെ പിന്നെയും പിന്നെയും തെറ്റുകൾ മാത്രം ചെയ്യും. തന്നെപ്പോലെ അധപ്പതിച്ചൊരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. ഇത്രയും നാണം കെട്ട ഒരാളെ ഇതുപോലൊരു സ്ഥാനത്ത് കാണുന്നതും ആദ്യമായിട്ടാ. ADM എന്ന പദവിക്ക് തന്നെ അപമാനം. മാഡം, കേക്ക് മുറിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് മാഡത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. സത്യാവസ്ഥ അറിഞ്ഞപ്പോ മറ്റൊരു കേക്ക് മുറിച്ച് അതിന്റെ നിജസ്ഥിതി അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്. താമൂലം മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുക. അത് ജോൺ കണ്ടായിരുന്നോ? ഞാൻ മൂലോ? അതേത് വീഡിയോ? ഞാൻ കണ്ടില്ലല്ലോ. ജോണിന് നല്ല പരിചയമുള്ള ആളാ ജോണിന്റെ ചങ്ക്. ഇപ്പൊ തന്നെ 1,00,000 മേലെ ആൾക്കാരെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. വരുന്ന കമന്റുകളൊക്കെ ഒന്ന് വായിക്കണം. ഇതിന്റെ കൂടെ കൂട്ടുപ്രതിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് തന്നെയാ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. ജോൺ തന്നെ കണ്ടു നോക്ക്, എന്നിട്ട് തീരുമാനിക്ക് ഉൾപ്പെടണോ വേണ്ടയോ എന്ന്.